എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എപ്പോഴും ആദ്യം ചോദിക്കും എല്ലാവരുടെ അടുത്തേ. ഞാൻ ആദ്യം വിളിക്കുമ്പോൾ ഐ യൂസ് ടു സേ എല്ലാവരും ഫുഡ് കഴിച്ചോ, എല്ലാവരും പറയുന്നത് വെച്ചാൽ സുഖമാണോ, ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കൂലേ. ഞാൻ ആദ്യമേ ചോദിക്കുന്നത് ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും. എന്താണെന്ന് എനിക്കറിയത്. നമ്മൾ സുഖമായിരിക്കണോ ആവണ്ടേ എന്നല്ലല്ലോ. ഇപ്പം നമ്മൾ കരഞ്ഞാലും നമ്മൾ ഫുഡ് കഴിക്കൂലേ. ഫുഡ് കഴിച്ചാൽ തന്നെ പകുതി നമ്മൾ ഹാപ്പിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വേ ഓഫ് ഹാപ്പിനെസ്സിന് ഫുഡ് കഴിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചാൽ ഞാൻ ഹാപ്പിയാണ്, എനിക്കവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം നിങ്ങൾ ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ കഴിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാം അവർ സുഖമായിട്ടായിരിക്കുന്നവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഇത് പറയുന്നത്. ഞാൻ കഴിക്കാറില്ല അങ്ങനെ. കഴിക്കും ഞാൻ നല്ല രീതിക്ക്. പക്ഷെ ഞാൻ കഴിക്കുന്ന ടൈം നല്ല ആസ്വദിച്ച് നന്നായിട്ട് കഴിക്കാറുണ്ട്. സോ യെസ്, അതൊന്നുമല്ല ഇവിടുത്തെ. ഞാൻ ഇൻട്രോ എടുത്തിട്ട് എവിടേക്ക് പോയി. ഇന്ന് മോർണിംഗ് എണീച്ചപ്പോൾ തന്നെ ഐ ഫീൽ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് ലോൺലിനെസ് ഒക്കെ ഫീൽ ചെയ്ത്. അപ്പം ഞാൻ വിചാരിച്ച് എവിടെയെങ്കിലും പുറത്ത് പോയി ഒരു സെൽഫ് ടൈമില്ലേ, സെൽഫായിട്ട് എന്തെങ്കിലും രീതിയിലൊന്ന് ടൈം സ്പെൻഡ് ചെയ്യാം. എൻ്റെ അവിടെ കൈ കഴിച്ചു. ഈ വീഡിയോ എടുക്കുന്നവരൊക്കെ സമ്മതിക്കണല്ലേ. അപ്പം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. സോ ഒരു വ്ളോഗും ആവുമല്ലോ, വ്ളോഗ് എടുക്കാമല്ലോ. ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നു, അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കാമല്ലോ. അപ്പം പോവാം. സോ ഞാൻ റെഡിയായി. ഞാൻ പിന്നെ നോക്കിയപ്പോഴാണ് ഇവിടെ വണ്ടിയില്ല. സോ പ്ലാൻ ബി, നമുക്ക് ബസ്സിൽ പോവാം. ബസ്സിൽ പോകാൻ നല്ലതല്ലേ? നല്ലതാണ്. ബാഗിൽ പ്രത്യേകിച്ച് ഞാൻ ബാഗിലൊന്നും എടുത്ത് വെച്ചില്ല. ഒരു വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കണം. പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ വെക്കണം. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ കുഞ്ഞു പേഴ്സാണ്. ഈ പേഴ്സിനകത്ത് കോയിൻസ് ഇല്ലേ, അതൊക്കെ ഈ കോയിൻസൊക്കെ ഞാൻ ഈ പേഴ്സിനകത്താണ് വയ്ക്കുന്നത്. ഈ പേഴ്സ് ഭയങ്കര വെയിറ്റുള്ള പേഴ്സാണ്. 2-3 ദിവസം താഴെയായിരുന്നു ഈ പേഴ്സ്. അങ്ങനെ ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞു. മിക്കവാറും എൻ്റെ അനിയനെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരിക്കും, അതുകൊണ്ടാണ് ഇതിൻ്റെ വെയിറ്റ് കുറഞ്ഞത്. നമുക്ക് ഞാൻ എവിടെയാ, ലൈബ്രറിയിലല്ലേ പോകുന്നത്. അപ്പോൾ ഒരു 50 രൂപയുടെ ആവശ്യമൊക്കെ ഉള്ളൂ. 50ഉം വേണ്ട, ബസ്സിലല്ലേ. ബോട്ടിലുണ്ടോ, ഇത് ക്യൂട്ടല്ലേ ഈ ബോട്ടിൽ ഞാൻ മിനീസൊന്ന് മേടിച്ച നല്ല ക്യൂട്ട് ബോട്ടിൽ. പക്ഷെ ഇത് ക്യൂട്ടാന്നൊക്കെ ഉള്ളൂ. ഇതേപോലെ ബാഗിലൊക്കെ വെച്ച് ശ്രദ്ധിക്കാണ്ട് ബാഗൊക്കെ ഇങ്ങനെ നമ്മൾ വളച്ചൊക്കെ വെച്ചാൽ ഇത് ബോട്ടിൽ ലീക്കാവും, വെള്ളമൊക്കെ ആവും. അതുകൊണ്ട് ഞാൻ ബോട്ടിൽ യൂഷ്വലി ഈ ഒരു കവറുണ്ട്, ബോട്ടിലിനെ ഈ കവറിലിട്ടില്ല വെക്കുന്നത്. അപ്പോൾ ഇത് അതേപോലെ നിന്നോളും. എനിക്ക് ഈ ബോട്ടിലാണ് ഇഷ്ടം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ ബോട്ടിൽ മേടിച്ചു തുടങ്ങിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വെള്ളമേ കുടിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ ഈ ബോട്ടിൽ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിച്ച് ഇപ്പോൾ ഹൈഡ്രേറ്റഡ് ആണ്. ചില ക്യൂട്ട് ബോട്ടിൽസൊക്കെ ചിലർ കുറേ വെള്ളം കുടിക്കത്തില്ലേ, അപ്പം ആരായാലും കുടിക്കും. സോ അങ്ങനെ ഞാൻ കുടിക്കാറുണ്ട്. നമുക്ക് ഇറങ്ങിയാലോ, കുറേ നേരമായില്ലേ. യെസ്, ലെറ്റ്സ് ഗോ. സോ ഗൈസ്, ഞാൻ വലിയ കാര്യത്തിലുണ്ടല്ലോ. മറ്റേ പേഴ്സ് ഉണ്ടല്ലോ, കുഞ്ഞു പേഴ്സ്. ആ പേഴ്സിൽ കാശ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് അത് 21 റുപ്പീസേ ഉള്ളൂ. 21 രൂപയുള്ള ആ ചില്ലറയൊക്കെ പറഞ്ഞത്. 50 വേണ്ട, ബസ്സിലല്ലേ. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പം നടക്കുവാണ് ലൈബ്രറിയിലോട്ട്. ബസ്സിൽ ഞാനാണെങ്കിൽ ആ ചില്ലറയൊക്കെ എടുത്ത് ഇങ്ങനെ പറക്കാൻ നേരത്ത് അയാൾ പറഞ്ഞു ഗൂഗിൾ പേ ഉണ്ട്, ഗൂഗിൾ പേയിൽ പേ ചെയ്താൽ. മറ്റേ ഇലക്ട്രിക് ബസ്സിൽ ഇതേപോലത്തെ ഇലക്ട്രിക് ബസ്സിൽ നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യാം. അങ്ങനെ ഞാൻ ഗൂഗിൾ പേ യൂസ് പേ ചെയ്തു. ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകണം. ഇപ്പോൾ ഒരു മൈൻഡ് ഒരു ഫ്രീ ഒക്കെ ആയി, നല്ലൊരു ഫീലുണ്ട്. വീടെത്തിയിട്ട് കാണാം.
ഇല്ലേ വീട്ടിൽ പോവാ ഞാൻ, വേറെ പരിപാടിയൊന്നുമില്ല. ജിമ്മിൽ പോകണം, അത്രേ ഉള്ളൂ. ബൈ. വെയിലൊക്കെ അടിക്കുന്നു. നല്ല വലിയ കുടയാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. ചെറിയ കുട ഞാൻ വീട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല, അതാ വലിയ കുട എടുത്തുകൊണ്ട് വന്നേ. ഞാൻ സിറ്റി ബസ് കാണിച്ചു തരാം. ഇത് ഈവനിങ് ആകുമ്പോൾ പോകുന്ന ബസ്സാണ്. എല്ലായിടത്തും കൊണ്ടു, ട്രിവാൻഡ്രം സിറ്റി എല്ലാം കറങ്ങാൻ കൊണ്ടുപോകും. നല്ല നഗര കാഴ്ചകൾ കണ്ടോ? ഇഷ്ടമായോ? ഇതിൽ ഞാൻ കയറിയിട്ടില്ല, ശരി കയറി എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞങ്ങൾ പോകാറുണ്ടല്ലോ, എല്ലാ സ്ഥലവും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ സെപ്പറേറ്റ് കാശൊന്നും കൊടുത്തുകൊണ്ട്, പക്ഷെ അതിൽ പോകുമ്പോൾ നല്ല പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും, പാട്ടൊക്കെ പാടി ജോളിയായി പോവാം. പിന്നെ ഞാൻ പോട്ടെ വീട്ടിൽ. സോ ബൈ. 2-3 ബൈ പറഞ്ഞല്ലേ, ഇത് അവസാനത്തെ ബൈ ആണ്. സോ ഐ ആം ഗോയിങ്. ഇനി ബസ് പിടിക്കണം, വീട്ടിൽ പോകണം, അത്രയേ ഉള്ളൂ. വെയിലുണ്ട്, തിരക്കുണ്ട്, ബസ് കിട്ടണമെങ്കിൽ അപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്യണം. സോ ബൈ ഗൈസ്, സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. എൻ്റെ കൂടെ 10 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്നതിന് താങ്ക്സ്. ബൈ.